ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. സോറി ചേട്ടാ, സോറി, കണ്ടില്ല കേട്ടോ. മോട്ടു പത്ലു, അവനെ പിടിക്ക്. അവൻ രക്ഷപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് വിട്. നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാം, പക്ഷെ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടും. മോട്ടു പത്ലു അത്ര മണ്ടന്മാരൊന്നും അല്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ചിങ്കം സാർ എങ്ങനെ ലോക്കപ്പിനകത്ത് പോയത്? പത്ലു, ഞാനാണ് ചിങ്കം. അകത്തിരിക്കുന്ന ഒരു വലിയ കുറ്റവാളിയാണ്. എന്റെ മുഖം മൂടി അണിഞ്ഞ് അവൻ ഫുർഫുറേ നഗരത്തിൽ ഒരു വലിയ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അവനെ പിടിച്ച് അകത്താക്കി. അവന്റെ മുഖം മൂടി ഇപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട്. അവന്റെ കൂട്ടുകാരെ ഞാൻ പിടിച്ച് ഫുർഫുറേ നഗരത്തിനെ ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താൻ പോകുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടാളും അവന്റെ മുഖം മൂടി ഊരി അവന്റെ ശരിക്കുള്ള മുഖം ഒന്ന് നോക്ക്. ഇറ്റ്സ് എൻ ഓർഡർ. ബൈ ബൈ, ടാറ്റ, സീ യു. ഓക്കേ സർ, ബൈ ബൈ, ടാറ്റ, സീ യു. വേണ്ട വേണ്ട, എന്റെ അമ്മോ, ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു. എന്റെ മീശ. ഈ മീശ ഒറിജിനൽ ആണല്ലോ, പറഞ്ഞു വരുന്നില്ല. ഞാനും ഒറിജിനലാണ്. അവൻ നിങ്ങളെ രണ്ടാളും മണ്ടന്മാരാക്കി. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവനെ ഞാൻ വെറുതെ വിടില്ല. പത്ലു, നമുക്ക് വേഗം ആ കുറ്റവാളിയെ കണ്ടുപിടിക്കണം. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ, അയാളെ കണ്ടു കിട്ടണ്ടേ? അല്ല, അവിടെ അതാരാ? കാണുമ്പോ അവനൊരു കള്ള ലക്ഷണമുണ്ട്. അവനെന്തിനാ ഇങ്ങനെ ഹോട്ടലിലോട്ട് നോക്കി നിൽക്കുന്നത്? എനിക്കിപ്പോ ഉറപ്പായി അവൻ തന്നെയാണ് കുറ്റവാളി. അവൻ ഇന്ന് രക്ഷപ്പെടാൻ പാടില്ല. എന്റെ അമ്മോ, രക്ഷിക്കണേ, എന്നെ തല്ലല്ലേ ഡാഡി, രക്ഷിക്കണേ, എന്റെ അമ്മോ. അല്ല, ഇത് ചിങ്കം സാർ ആണല്ലോ. സോറി സാറേ, വെരി വെരി സോറി സാറേ. ഞങ്ങൾ ആ കുറ്റവാളിയെ പിടിക്കാൻ ഇറങ്ങിയതാ. എടോ, ആ കുറ്റവാളി ഈ ഹോട്ടലിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പതുങ്ങി നിൽക്കുകയായിരുന്നു. അന്നേരാണ് നിങ്ങൾ എന്നെ തല്ലിയത്. മമ്മി, എന്തൊരു വേദന. ചിങ്കം സാറെ, ഒരിക്കൽ കൂടെ സോറി ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ആ കുറ്റവാളിയെ ഞങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നിരിക്കും. ഈ നിമിഷം മുതൽ ഞങ്ങളും അവനെ വേഷം മാറി അന്വേഷിക്കും. ഞാനാണ് ഷെയ്ഖ് മാൻ നമാൻ അബ്ദുൾ റഹ്മാൻ. പിന്നെ ഇതെന്റെ ബേഗം ഷേ ഹസീന ബാനു. മാനു അന മാനു വാല. ഞങ്ങൾക്കൊരു നല്ല റൂം വേണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മാനെ മാൻ അബ്ദുൾ റഹ്മാൻ ഷെയ്ഖ്. നിങ്ങൾക്കിവിടെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, ഉറപ്പു തരുന്നു. ഏ ബോയ്, ഇവരുടെ പെട്ടിയെടുത്തിട്ട് റൂം നമ്പർ 420 കൊണ്ടുപോയി വെക്കൂ. ആ സൂട്ട്കേസിലെങ്ങാനും കൈ വെച്ചാലുണ്ടല്ലോ, എന്തൊക്കെയാ ചെയ്യുന്ന എന്റെ ഷെയ്ക്കേട്ടാ. ഷൂക്കേസിൽ നിറയെ പണമല്ലേ, അത് നമുക്ക് തന്നെ എടുത്തോണ്ട് പോവാം. ആ ഷെയ്ക്കിന്റെ 2 ബാഗിൽ നിറയെ പണമാ. നമ്മുടെയൊക്കെ കയ്യിൽ എന്നാ ഇത്രയും പണം വരുന്നത്? പൈസയുള്ള പെട്ടിയോ? ഇന്ന് രാത്രി അതെന്റെ കയ്യിലായിരിക്കും. ഹലോ ചിങ്കം സാറേ, ഞങ്ങൾ എല്ലാ ട്രാപ്പുകളും ഒരുക്കി കഴിഞ്ഞു. ആ മോഷ്ടിക്കാൻ വരുന്നവനെ രക്ഷപ്പെടാനേ പറ്റില്ല. അതിരിക്കട്ടെ, നിങ്ങൾ എവിടെയാ? ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത റൂമിൽ തന്നെ ഉണ്ട്. ആ കള്ളനെ നിങ്ങൾ പിടിച്ചാൽ അപ്പൊ തന്നെ എനിക്ക് വിവരം അറിയിക്കണം. ഹോട്ടലിന്റെ എല്ലാ വഴിയും ഞാൻ അടച്ചിരിക്കുന്നു. അതുകൊണ്ട് അവനെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ, മാൻ മാൻ, ഞാൻ നിന്റെ ബാഗിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോകും.
മോട്ടു കള്ളം വന്നു എന്നാ തോന്നുന്നത്. രക്ഷിക്കണേ. രക്ഷിക്കണേ. ബൈ ബൈ ടാറ്റ സീ യു. ചിങ്കം സാറേ വേഗം വരൂ. വന്നു. ആ കള്ളൻ ഭയങ്കര സൂത്രശാലിയാ. ഞങ്ങളെ പിന്നെയും മണ്ടന്മാരാക്കി കടന്നു കളഞ്ഞു. അവനങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ഹോട്ടലിലെ ഓരോ വാതിലിലും പോലീസ് കാവൽ നിൽപ്പുണ്ട്. അവൻ ഇവിടെ ഒളിഞ്ഞു നിപ്പുണ്ടാവും. വരൂ നമുക്ക് പോയി അന്വേഷിക്കാം. ചിങ്കം സാർ ഞങ്ങളെ ഒന്ന് ഇറക്കി വിടൂ. വേഗം വാ, നമുക്ക് അവനെ അന്വേഷിക്കാം. അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഈ വഴിക്ക് പോയി അന്വേഷിക്കാം, നിങ്ങൾ ആ വഴിക്ക് പോയിക്കോളൂ. അവൻ ഉറപ്പായിട്ടും ഏതെങ്കിലും റൂമിനകത്ത് ഉണ്ടാവും. അവനെ പിടിക്കാനുള്ള പവർ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാനിതാ പോകുന്നു. ബൈ ബൈ ടാറ്റ സീ യു. ബൈ ബൈ ടാറ്റ സീ യു. ഇതാ കള്ളം പറയുന്ന ഡയലോഗ് അല്ലേ? ഇവൻ ചിങ്കം സാറിന്റെ വേഷോട്ടുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ നോക്കുക. വലിച്ചഴിക്കാം അവന്റെ മാസ്ക്. സോറി, ഞാൻ അറിയാതെ വില്ലന്റെ ഡയലോഗ് പറഞ്ഞു പോയതാണ്. ഞാനാണ് ഒറിജിനൽ ചിങ്കം മമ്മി. ഇത് ശരിക്കും ചിങ്കം സാർ തന്നെയാണ്. ആ മേശി ഒറിജിനൽ തന്നെ. സാറേ, ഇനി ഒരിക്കലും ബൈ ബൈ ടാറ്റ സീ യു എന്ന് പറയരുത്. ഞങ്ങൾ അപ്പൊ വിചാരിക്കും നിങ്ങളാണ് കള്ളനെന്ന്. എന്നെങ്ങനെ ഉപദ്രവിക്കാൻ ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്ത് ദോഷ ചെയ്തിരിക്കുന്നത്? വേഗം ചെന്ന് അവനെ പിടിക്കാൻ നോക്ക്. ആ എന്റെ പത്രു, ഇന്ന് നമ്മൾ ഒരുപാട് തല്ല് മേടിച്ചു. ആ കള്ളനെ മറന്ന് നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാം. ഒന്ന് നോക്കി, കുട്ടികൾ വളരെ വളർന്നിരിക്കുന്നു. പാലിൽ എന്താ കലർത്തി കൊടുത്തത്? ഇതിന് മീശയൊക്കെ വന്നത് കണ്ടില്ലേ? നീ എവിടുന്ന ഇതിന് പാല് വാങ്ങി കൊടുത്തത്? ഇത് നമ്മുടെ കുട്ടികളല്ല. സോറി, പാലിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കും ബൈ ബൈ ടാറ്റ സീ യു. കള്ളൻ കള്ളൻ പിടിക്കോ. കള്ളൻ 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 പിടിക്കേ. എന്ത് കള്ളനോ? പത്ലു, കള്ളൻ എവിടെയുണ്ട്? രക്ഷപ്പെടാൻ നോക്കുക. എന്റെ പൈസ. അങ്ങോട്ട് നോക്കടാ, കള്ളന്മാർ രക്ഷപ്പെടുന്നു. പിടിക്കേ. Hey, stop! Stop in the name of law! എന്റെ അമ്മോ! ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ.
ആ അതെ, ഇത് ഞങ്ങളുടെ തന്ത്രമായിരുന്നു നിന്നെ പിടിക്കാനുള്ളത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. കള്ള പോകാം. ജയിലിൽ നിനക്ക് വേണ്ടി കുറെ നേരമായി കാത്തിരിക്കുന്നു. ഞാൻ സറണ്ടർ ആയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാറിന്റെ പെർമിഷൻ വേണം. പറഞ്ഞോ. പെർമിഷൻ ഗ്രാന്റ്. മോട്ടു പത്തലു, നീയൊക്കെ കാരണം എന്റെ എല്ലാ പ്ലാനുകളും ഫെയിലായി പോയി. ഞാൻ ഫുർഫുറി നഗരത്തിൽ ബോംബ് വെക്കാൻ വന്നതാണ്. പക്ഷെ നീയൊക്കെ പൈസയുടെ കാര്യം പറഞ്ഞ് എന്നെ അങ്ങ് വീഴ്ത്തി കളഞ്ഞു. എന്റെ കയ്യിന്ന് ഈ സമ്മാനം അങ്ങ് വാങ്ങിച്ചു കൊള്ളൂ. താങ്ക് യു, താങ്ക് യു. എന്താണ് സമ്മാനം? എന്റെ അമ്മോ, എന്തൊരു സമ്മാനമാണ്. വന്നേ കള്ള, നമുക്ക് ജയിലിലേക്ക് പോകാം. ഈ രണ്ട് മോട്ടുപത്തിനു കാരണം നമ്മുടെ രാത്രി മൊത്തം കുളമായി പോയി. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് വീണു. നമ്മളുമാർക്ക് സമ്മാനം കൊടുക്കും. വേണ്ട, ഞങ്ങൾക്ക് സമ്മാനം വേണ്ട.